പൊതുസ്ഥലത്ത് ഇരുമ്പ് പൈപ്പിലൂടെയും മരത്തിലൂടെയും അനധികൃതമായി വൈദ്യുതി കണക്ഷൻ വലിച്ചതിനെതിരെ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് ആരോപണം. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് സരോവരം ഗ്രൗണ്ടിൽ നടക്കുന്ന എക്സിബിഷന് വേണ്ടി വൈദ്യുതി കണക്ഷൻ വലിച്ചതിനെതിരെയാണ് പരാതി. പൗരാവകാശ സംരക്ഷണ സമിതി പ്രവർത്തകർ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കും DGPക്കുമാണ് പരാതി നൽകിയത്. ഇവരുമായി ഗൂഗിൾ ചേരുകയാണ്. ഗൂഗിൾ, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പരാതി നൽകിയിരിക്കുന്നത്? പരാതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് ലഭ്യമായിട്ടുണ്ടോ? സുരേഷ്, നമ്മളിപ്പോൾ നിൽക്കുന്നതിൽ നിന്ന് പുറകിലേക്ക് ഒരു 150 മീറ്റർ പുറകിലാണ് ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. ആ എക്സിബിഷന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ട് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ലൈറ്റുകൾ സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള വയറ് വലിച്ചതിനെതിരെയാണ് പൗരാവകാശ സംരക്ഷണ സമിതി പ്രവർത്തകരൊക്കെ DGPക്കും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കും പരാതി നൽകിയത്. ആദ്യം ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കാണ് പരാതി നൽകിയത്. അതായത് ഇത്തരത്തിൽ മരത്തിന് മുകളിൽ കൂടിയും ഇരുമ്പ് പൈപ്പിൽ കൂടിയൊന്നും ഇത്തരത്തിലുള്ള വൈദ്യുതി വലിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ ഈ സംഘാടകർക്ക്, എക്സിബിഷൻ നടത്തുന്ന സംഘാടകർക്ക് നോട്ടീസ് നൽകുകയും ഇത് അഴിച്ചു മാറ്റണമെന്ന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. എന്നാൽ അത്തരത്തിലൊരു ഉത്തരവ് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സംഘാടകർക്ക് നൽകിയിട്ടും അതിലൊരു നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് പൗരാവകാശ സംരക്ഷണ സമിതി പ്രവർത്തകർ വീണ്ടും DGPക്ക് പരാതി നൽകിയത്. DGPക്ക് 11-ാം തീയതിയായിരുന്നു പരാതി നൽകിയത്. തുടർന്ന് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് DGP നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ 17-ാം തീയതി, ഇന്നിപ്പോൾ 22-ആണ്, 5 ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തരവ് കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിലൊന്നും മറുപടിയൊന്നും ഉണ്ടായിട്ടില്ല. 5 ദിവസമായതിനു ശേഷം മറുപടി ഉണ്ടായിട്ടില്ല. ഈ വലിയ ഒരു അപകടമാണ് കഴിഞ്ഞ ദിവസം കുറ്റിക്കാട്ടൂർ നടന്ന അപകടത്തിന് സമാനമായ രീതിയിലുള്ള അപകടമാണ് ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ പറയുന്നത്. കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അനാസ്ഥ തുടരുന്നത് എന്നതാണ് വളരെ ഗൗരവത്തോടെ വിലയിരുത്തേണ്ട ഒരു വിഷയം. കാരണം ഈ അപകടങ്ങൾ പതിവാകുന്നു, മരണങ്ങൾ പതിവാകുന്നു, ഈ ഒരു സമയത്ത് താൽക്കാലികമായി ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കുന്നു. പക്ഷേ കാര്യങ്ങൾ പഴയപടിയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ നാട്ടുകാരടക്കം, അവിടെ എത്തുന്നവരടക്കം സ്വാഭാവികമായും വലിയ ആശങ്കയിലും ഭയത്തിലുമാണല്ലേ? അതെ സുരേഷ്, അതായത് ഇവിടെ ഒരു താൽക്കാലികമായിട്ടുള്ള നടപടി പോലും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് പരാതി നൽകുന്നു. അദ്ദേഹം സംഘാടകർക്കും കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകുന്നു. ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണമെന്ന്. സംഘാടകർക്ക് ഇത് അഴിച്ചു മാറ്റണമെന്ന് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ അതിന് നടപടി ഉണ്ടായില്ല. ആ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടിന് നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് DGPക്ക് പരാതി നൽകുന്നത്. 11-ാം തീയതി DGPക്ക് പരാതി നൽകി. DGP അത് നടക്കാവ് പോലീസ് സ്റ്റേഷന് കൈമാറി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ പരാതി കൊടുത്ത സതീഷ് പാർണൂർ എന്ന് പറയുന്ന പൗരാവകാശ സംരക്ഷണ സമിതി പ്രവർത്തകരെ ഇതുവരെ വിളിക്കാനോ അദ്ദേഹത്തിന് മൊഴിയെടുക്കാനോ ഒന്നും പോലീസ് തയ്യാറായിട്ടില്ല. എന്തായാലും അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു ഈ വിഷയത്തിൽ സംഭവിച്ചത്? ആദ്യം മുതൽ ഏത് ഘട്ടത്തിലായിരുന്നു പരാതി നൽകിയത്? ആ പരാതിയുടെ മറുപടി എന്തൊക്കെയായിരുന്നു? നമ്മൾ കഴിഞ്ഞ 11-ാം തീയതിയാണ് നമ്മൾ DGPക്ക് പരാതി കൊടുക്കുന്നത്. അതിനു മുമ്പ് ഈ പ്രദേശവാസികൾ അടങ്ങുന്ന 2 റെസിഡൻസ് അസോസിയേഷനുകൾ കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ യാതൊരുവിധ സുരക്ഷിതത്വം പാലിക്കാതെ ഇവിടെ പൊതുജനങ്ങൾക്കും പരിസരവാസികൾക്കും അവരുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെ 2 റെസിഡൻസും ഒരുപാട് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പരാതി നൽകിയിട്ടും ഇതുവരെ പരിഹാരമായിട്ടില്ല. അത് പരിഹാരമാകാത്തതിനെ തുടർന്ന് ഞാൻ തന്നെ നേരിട്ട് DGPക്ക് ഓൺലൈനിൽ തുണ എന്ന ഓൺലൈനിൽ ഞാൻ പരാതി കൊടുക്കുകയും അത് പ്രകാരം കൃത്യമായ ഇൻഫർമേഷൻ സമയബന്ധിതമായിട്ട് എന്നെ അറിയിക്കുകയും ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് 17-ാം തീയതി കോഴിക്കോട് നടക്കാവ് സ്റ്റേഷൻ ഒരു ഓഫീസറെ പേരും വെച്ച് എനിക്ക് അതിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇത് അവിടെ ഉണ്ട്, ഇപ്പോൾ അവർ നിങ്ങളെ ബന്ധപ്പെടുമെന്ന് പറഞ്ഞെങ്കിൽ പോലും നാളെ ഈ സമയം വരെ പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ മറ്റ് അധികാരികളോ ഞങ്ങളെ ബന്ധപ്പെട്ടില്ല. മാത്രമല്ല ഈ വിഷയം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ഇതിൻ്റെ ഒരു കോപ്പി അയച്ചിട്ട് പോലും കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നും യാതൊരു നടപടി ഉണ്ടായില്ല. ഏറ്റവും ഒരു സങ്കടകരമായ ഒരു കാര്യം, ഇന്നലെ ജനൻ TV ഈ വാർത്ത ഇവിടെ വെച്ച് ഇതേ സ്പോട്ടിൽ വെച്ച് നടത്തി പിരിഞ്ഞതിന് ശേഷം ഞങ്ങളിവിടെ കൂടിയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷൻ പോലീസ് വാഹനം ഇതിലേക്ക് കടന്നു പോവുകയും ആ പോലീസ് വാഹനത്തിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരായുള്ള ആളുകൾക്ക്
ഈ സംഭവം ഞങ്ങൾ നേരിട്ട് കാണിച്ചു കൊടുക്കുകയുണ്ടായി. അപ്പോൾ വളരെ ലാഘവത്തോടു കൂടി അദ്ദേഹം മുകളിലേക്ക് നോക്കി പറയാണ്, ഈ വയറിലേക്ക് നോക്കി പറയും ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വളരെ ലാഘവത്തോടു കൂടി പരാതി ഉണ്ടെങ്കിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അതിനുശേഷം ഞാൻ പറഞ്ഞു പരാതി DGPക്ക് വരെ കൊടുത്തിട്ടുണ്ട്, ഇതുവരെ നടപടിയായിട്ടില്ല എന്നാണ്. DGPയുടെ പരാതി സംബന്ധിച്ച റിപ്പോർട്ട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് DGP തേടിയിട്ടുണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് തേടിയതിനെ പറ്റി വിവരം താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ചാർജ് ആർക്കാണെന്നുള്ള അവരുടെ പേര് വരെ ഞാൻ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ ലാഘവത്തോടു കൂടി പറഞ്ഞ് അത് ചിലപ്പോൾ അവിടെ ഉണ്ടായിരിക്കും, അവിടെ എത്തിയിട്ടുണ്ടാവും, പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ടും യാതൊരു നടപടിയില്ല. അതിൽ ഖേദകരമായുള്ളൊരു കാര്യം, ഈ ഇത്തരം വിഷയങ്ങളിൽ ഇതുപോലെയുള്ള പൊതുസ്ഥലങ്ങളിൽ നടക്കുന്ന പരിപാടികളിലെല്ലാം അനീതിക്കെതിരെ ശക്തമായിട്ട് ഇടപെടൽ നടത്തുന്ന എൻ്റെ മാതിരിയുള്ള ആളുകൾ, ഇപ്പം എന്നെയും ശ്രീ അജയ്ലാലിന് എതിരെ, പിന്നെ കണ്ടാൽ അറിയുന്ന ഈ പരിസരവാസികൾക്കെതിരെ അവരെ ബുദ്ധിമുട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് നടക്കാവ് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇതിൽ യാതൊരുവിധ തെളിവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വസ്തുതാപരമായുള്ള ഒരു കാര്യമില്ലാതാണ് പോലീസ് ഇപ്പം ഞങ്ങൾക്കെതിരെ കേസെടുത്തിട്ട് ഇത്തരം പ്രതിഷേധ സ്വരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. ഈ പരാതിയിൽ എന്തായിരുന്നു നിങ്ങൾ ആവശ്യപ്പെട്ടില്ല? ഇത്തരത്തിലുള്ള ഭരിക്കുന്നത് നിയമവിരുദ്ധമാണ്, ആ ചട്ടങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരുന്നു പരാതി. തീർച്ചയായിട്ടും ഇത്തരം അഥവാ അവർക്ക് ഈ സംഘാടകർക്ക് ഇതിൻ്റെ PPR കോർപ്പറേഷൻ ഇത്തരം പരിപാടികൾക്ക് പ്രദർശന അനുമതി എന്ന് പറയുന്നത് PPR ലൈസൻസാണ്. ഈ PPR ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആ സംഘാടകർ സമർപ്പിക്കുന്ന ആ ഒരു പ്ലാൻ ഉണ്ട്, ആ പ്ലാനിൽ നിന്ന് മാത്രമേ അത്തരം കാര്യങ്ങൾ നടത്താൻ പാടുള്ളൂ. അതിൽ കവിഞ്ഞിട്ട് പൊതുസ്ഥലങ്ങളിലും ഇത്തരം മരങ്ങളിലുമൊക്കെ ഈ അനധികൃത ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. അതിനെതിരെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് പരാതി കൊടുത്തിട്ടും ഈ സംഘാടകർക്ക് നോട്ടീസ് നൽകി, കോർപ്പറേഷന് നോട്ടീസ് നൽകി, ജില്ലാ പോലീസ് മേധാവിക്ക് നോട്ടീസ് നൽകി. എന്നിട്ടും ഈ നിമിഷം വരെ നഗ്നമായ ഒരു നിയമലംഘനം ഇപ്പോഴും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ കൊടുത്ത പരാതിയിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ പരാതി കൊടുത്തതിന് ശേഷം താങ്കൾക്കെതിരെ കൊടുത്ത പരാതി അതിനെന്തെങ്കിലും നടപടി ഉണ്ടായി? നിങ്ങൾ വിളിക്കുക പറയുന്നത് അതിന്റെ പേരിൽ ഇന്നൊരു പാർട്ടി പത്രത്തിൽ മാത്രമാണ് ആ വാർത്ത വന്നത്. ഞങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, കണ്ടാൽ അറിയുന്നത് ജനം TV-യുമായിട്ട് ഇന്നലെ സഹകരിച്ച ആളുകളോടാണെന്ന് തോന്നുന്നുണ്ട്, അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്ന് മാത്രം കണ്ടു, മറ്റൊന്നിലും കണ്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനെ ഞങ്ങൾ അറിയിക്കുകയോ ഞങ്ങളെ ബന്ധപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല. സുരേഷ്, ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് പൊതുജനങ്ങൾക്ക് ഭീഷണിയാവുന്ന കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടുകയും അതിനെതിരെ പരാതി കൊടുക്കുകയും ചെയ്യുന്ന ആളുകളെ സംഘടിതമായി അടിച്ചമർത്താനുള്ള ശ്രമം, അതിന് ഭരണ സംവിധാനങ്ങളും കൂട്ടുനിൽക്കുന്നു എന്നൊരു കാര്യമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കുറ്റിക്കാട്ടൂരിൽ നടന്ന അപകടത്തിന് സമാനമായ സാധ്യതകളാണ് ഇവിടെ ഉള്ളത്. അതായത് കുറ്റിക്കാട്ടൂരിൽ നടന്ന അപകടം അല്ലെങ്കിൽ റിജാസ് മരണപ്പെടാനുണ്ടായ കാരണത്തിന് രണ്ട് കാര്യങ്ങൾ ആണ് അവർ പറയുന്നത്. ഒന്ന് സർവീസ് ലൈനിലുള്ള ഷോർട്ടേജും, മറ്റൊന്ന് ഈ കടയിൽ തെളിച്ചിരുന്ന വയറിലുണ്ടായിരുന്ന ഷോർട്ടേജും. ഈ രണ്ട് ഷോർട്ടേജുകളും സംഭവിച്ചിരിക്കാനുള്ള സാഹചര്യം കാലപ്പഴക്കം മൂലമാണ്. സർവീസ് ലൈനിന് ഷോർട്ടേജ് ഉണ്ടാവാൻ സാധ്യത എങ്ങനെയാണ് എന്നതിനെ പറ്റിയും അവിടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ സംഘം ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ആ സർവീസ് ലൈനിൻ്റെ ഇടയിൽ കൂടി ഒരുപാട് മരങ്ങൾക്കിടയിൽ കൂടിയാണ് സർവീസ് ലൈൻ പോകുന്നത്. അപ്പോൾ കാറ്റും മഴയും വരുന്ന സമയത്ത് ഈ സർവീസ് ലൈനുമായി മരത്തിൻ്റെ കൊമ്പുകൾ ഉരയുകയും അങ്ങനെ അതിൻ്റെ ഇൻസുലേഷൻ നഷ്ടപ്പെട്ട് അതുവഴി ലീക്കേജ് ഉണ്ടായിട്ടുണ്ടാവാനും അത് കടയുടെ തകര ഷീറ്റ് വഴി ഇരുമ്പ് പൈപ്പിലേക്കും അതുവഴി റിജാസിന് ഷോക്ക് അടിക്കാനുള്ള സാധ്യതയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് അവിടെ പറയുന്നത്. അതേ സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത്. വലിയ കാറ്റും മഴയും വരുന്ന കാലഘട്ടമാണ്, മഴക്കാലമാണ്. കാറ്റും മഴയും വരുന്ന സമയത്ത് മരങ്ങൾക്കിടയിൽ കൂടിയാണ് ഇവിടെ വയർ വലിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മരങ്ങളും കാറ്റിൽ ഉരയുകയും ഈ കേബിളിൻ്റെ ഇൻസുലേഷൻ നഷ്ടപ്പെടാനുള്ള അല്ലെങ്കിൽ അത് പോവാനുള്ള സാധ്യതകളുമുണ്ട്. അതുവഴി വലിയ മഴക്കാലം വരുന്ന സമയത്ത് ഈ മരം വഴി ഈ കറണ്ട് വൈദ്യുതി പുറത്തേക്ക് പ്രയോഗിക്കാൻ ആളുകൾക്ക് അപകടം പറ്റാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തകർ DGPക്കും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കൊക്കെ പരാതി നൽകിയത്. സ്വാഭാവികമായിട്ടും ഉന്നത തലത്തിൽ നിന്ന് നടപടി താഴെക്കിടയിലേക്ക് റിപ്പോർട്ട് ആവശ്യപ്പെടുക, ഈ അവരോട് അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഈ സ്ഥലത്ത് കേന്ദ്രീകൃതമായിട്ടുള്ള നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു നടപടി ഉണ്ടാവുന്നില്ല. കോർപ്പറേഷൻ അധികാരിയുടെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാവുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട പരാതികളും അറിയിപ്പുകളും ഒക്കെ ഞങ്ങൾക്കടുത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. വളരെ ലാഘവത്തോടു കൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു സമീപനമാണ് പോലീസുകാരിൽ നിന്ന് ഉണ്ടാവുന്നത് എന്നാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ ആളുകൾ പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും കുറ്റിക്കാട്ടൂർ സംഭവം മുന്നിൽ നിൽക്കുകയാണ്. അതേ അവസ്ഥയിൽ എരഞ്ഞിപ്പാലത്ത് സരോവരം ഗ്രൗണ്ടിൽ നടക്കുന്ന എക്സിബിഷനും അധികൃതരുടെ അനാസ്ഥ തുടരുന്നത്. അപകടം പതിയിരിക്കുമ്പോഴും ഒരു തരത്തിലുള്ള ഇടപെടലും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതിയാണ് ശക്തമാകുന്നത്. അതേസമയം പരാതി നൽകിയവർക്കെതിരെ കേസെടുക്കുന്ന വിരോധാഭാസവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഗോകുലാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.